പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഗർഭവതിയായ തന്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയുമൊത്ത് ബെത്ലഹേമിലേക്ക് യാത്രയാകുന്ന ജോസഫിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. മിക്ക പ്രവചനങ്ങളിൽ ബെത്ലഹേം എഫ്രാത്ത, നീ യൂദാ നഗരങ്ങളിൽ ഏറ്റവും ചെറുതാണെങ്കിലും ഇസ്രായേലിനെ നയിക്കുവാനുള്ളവൻ നിന്നിൽ നിന്ന് പുറപ്പെടുമെന്നുള്ള വചനത്തിന്റെ അർത്ഥതലങ്ങൾ ജോസഫിന്റെ പ്രവൃത്തിയിലൂടെ നിറവേറുകയാണ്. ബെത്ലഹേമിലാണ് രക്ഷകൻ ജനിക്കേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം. അവൻ മറ്റെവിടേക്കുമല്ല. ജോസഫിന്റെ പലായനം ബെത്ലഹേമിലേക്കാണ്. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ തിരുഹിതം, ദൈവത്തിന്റെ തിരുവെഴുത്ത് നിറവേറേണ്ടിയിരിക്കുന്നു. പഴയ നിയമത്തിന്റെ പൂർത്തീകരണം ബെത്ലഹേമിലെ ക്രിസ്തുവിന്റെ ജനനത്തിലാണ് യാഥാർത്ഥ്യമായി മാറുക. അതുകൊണ്ട് പഴയ നിയമത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം ജോസഫിനെ ബെത്ലഹേമിലേക്ക് നയിക്കുകയാണ്. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി തന്നെ സമർപ്പിക്കുന്ന ജോസഫ്, അവൻ മറ്റൊരു ഹിതമോ മറ്റൊരു വഴിയോ മറ്റൊരു ദേശമോ മറ്റൊരു ജീവിത സാഹചര്യമോ തിരഞ്ഞെടുക്കുന്നില്ല. ദൈവം നടത്തുന്ന വഴിയെ നടക്കുകയാണ്. ജോസഫിനെ പോലെ ദൈവം നടക്കുന്ന വഴിയെ നടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആമേൻ. നിൻ വഴിയേ നടക്ക